ഹായ് നമസ്കാരം. എല്ലാവർക്കും റൈറ്റേഴ്സ് IASന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് HSS സോഷ്യൽ സയൻസിൻ്റെ എക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിപ്പിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് നോക്കുന്നത്. അതായത് ഇൻ്റർനാഷണൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ തിയറിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യത്തെ നമ്മൾ തിയറി പഠിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതാണ് തിയറി ഓഫ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് നമ്മൾ പറയും. അത് നമ്മൾ ആദ്യം പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി, അതായത് താരതമ്യ ചെലവ് നേട്ട സിദ്ധാന്തം. ഓക്കെ, താരതമ്യ ചെലവ് നേട്ട സിദ്ധാന്തമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, ഈ തിയറിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് കുറച്ച് ആമുഖ ഭാഗങ്ങളൊക്കെ നോക്കാം. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് ഈ സിദ്ധാന്തം അവതരിപ്പിച്ചതെന്നാണ്. ഓക്കെ, ഈ സിദ്ധാന്തം അവതരിപ്പിച്ച എക്കണോമിസ്റ്റിൻ്റെ പേരാണ് ഡേവിഡ് റിക്കാർഡോ. എന്താണ്? ഡേവിഡ് റിക്കാർഡോ. അദ്ദേഹം എന്നാണ് ഈ സിദ്ധാന്തം അവതരിപ്പിച്ചതെന്നറിയോ? അത് 1817 ഈ സിദ്ധാന്തം ഡേവിഡ് റിക്കാർഡോ അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം. അന്താരാഷ്ട്ര വ്യാപാര സിദ്ധാന്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ തിയറി. നമ്മൾ മുമ്പ് പഠിച്ച അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി. ഓക്കെ, 2 പോയിന്റുള്ളൂ സിമ്പിളായിട്ട്. ഓക്കെ, ഇതൊരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ്. ഇനി നമുക്ക് തിയറിയിലേക്ക് പോകാം. ശകലം ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു, പക്ഷേ സിമ്പിളാണ്, ഒന്നും പേടിക്കണ്ട. ഓക്കെ, അതിൻ്റെ ഒരു ബേസിക് ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഒരു ദേശത്തിന്, അതായത് ഒരു രാഷ്ട്രത്തിന് എല്ലാ ഉൽപ്പന്നങ്ങളും ഏറ്റവും കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാൻ കഴിയണമെന്നില്ല. ഇത് നമുക്ക് അറിയാവുന്നൊരു പോയിന്റ് അല്ലേ? നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യ ഒരുപാട് പ്രൊഡക്റ്റുകൾ, ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ, ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്ന ഒരുപാട് പ്രൊഡക്റ്റ് ഇന്ത്യയിൽ നിന്ന് പോകുന്നുണ്ട് അല്ലേ? ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് പറയുന്നത് കോട്ടൺ എന്ന് പറയുന്നത് നമുക്ക് വ്യാപകമായിട്ട് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അതിൻ്റെ സോഴ്സസും അവൈലബിൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് കോട്ടൺ ക്ലോത്ത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ കോട്ടൺ ക്ലോത്ത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ. പക്ഷേ നമ്മൾ ഓയിലിൻ്റെ കാര്യം എടുത്ത് നോക്കിയാട്ടെ, നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ ഓയിൽ? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഒരു രാജ്യത്തെ സംബന്ധിച്ച് ചില പ്രൊഡക്റ്റുകൾ ഏറ്റവും ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റും, ബട്ട് ചില പ്രൊഡക്റ്റുകൾ നല്ല ചിലവാണ് താനും. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഒരു ദേശത്തിന് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് എല്ലാ ഉൽപ്പന്നങ്ങളും ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിക്കാൻ കഴിയണമെന്നില്ല. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നോക്കാം. എന്നാൽ ആപേക്ഷികമായി കുറവായ അവസര ചെലവെന്ന് പറയുന്നത് ഇവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് കേട്ടോ. നിർമ്മിക്കാനാകുന്ന ഉൽപ്പന്നത്തിൽ വിദഗ്ധത അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ നേടണം. പക്ഷേ നമുക്ക് എല്ലാ പ്രൊഡക്റ്റും കുറഞ്ഞ ചിലവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്നാൽ നമുക്ക് ചില പ്രൊഡക്റ്റുകൾ ഏറ്റവും കുറഞ്ഞ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. അത്തരം പ്രൊഡക്റ്റ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് വളരെ ഇഫക്റ്റീവായിട്ട് നമ്മൾ നിർമ്മിച്ചിട്ട് അത് നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു രാജ്യത്തിനും ഗുണമുണ്ടാകും എന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പം ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തിനും എല്ലാ പ്രൊഡക്റ്റും വളരെ ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു സത്യമാണ്, നമ്മൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഏത് പ്രൊഡക്റ്റ് ആണോ ഏറ്റവും കുറഞ്ഞ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ നിർമ്മിക്കാൻ പറ്റുന്നത്, ആ നിർമ്മിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് നമ്മൾ ട്രേഡ് ചെയ്താൽ ലാഭം ഉണ്ടാകും. ഓക്കെ, തിയറി മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ? പക്ഷേ അതിനകത്ത് ഒരു ഭാഗത്ത് ചിലപ്പോൾ നിങ്ങൾ സ്റ്റക്കായി കാണും, ആ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറവായ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. അതെന്തായിരിക്കും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറവായ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്? അപ്പം നമുക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നതും എക്കണോമിക്സിൽ നല്ല പഠിക്കാൻ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതിപ്പം HSS സോഷ്യൽ സയൻസ് എടുത്താലും നമ്മൾ PSC എടുത്താലും UPSCയുടെ ചോദ്യം എടുത്താൽ പോലും ഓപ്പർച്യൂണിറ്റി കോസ്റ്റോട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബേസിക് ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതും സിമ്പിളാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അതായത് ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു കമ്പനിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചോ ഒരു സാമ്പത്തിക തീരുമാനം എടുക്കുമ്പോൾ 2 ഓപ്ഷൻ ഒരാളുടെ മുന്നിൽ വരികയാണ്. ഓപ്ഷൻ 1, ഓപ്ഷൻ 2, 2 തീരുമാനം മുന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു സാമ്പത്തിക തീരുമാനം തന്നെ ആയിക്കോട്ടെ, 2 തീരുമാനമുണ്ട്. അതിൽ നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സെലക്ട് ചെയ്തിട്ട് രണ്ടാമത്തത് നമ്മൾ ഉപേക്ഷിക്കുന്നു. ഓക്കെ,
ഒന്നാമത്തെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് രണ്ടാമത്തെ നമ്മൾ ഉപേക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തത് നഷ്ടപ്പെടുത്തി അല്ലേ. അപ്പോൾ നമ്മൾ രണ്ടാമത്തതിൽ നിന്ന് എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടായിരുന്നിരിക്കണം അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ രണ്ടാമത്തിൽ നിന്ന് കിട്ടേണ്ടിയിരുന്ന വാല്യൂവിനെ നമ്മൾ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഒന്നാമത്തെ ഓപ്ഷനിൽ നിന്നുള്ള വാല്യൂ നമ്മൾ എടുത്തത് അല്ലേ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഒന്നാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തപ്പോഴുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ കിട്ടുമായിരുന്ന വാല്യൂ ആണ്, നമ്മൾ നഷ്ടപ്പെടുത്തിയ വാല്യൂ ആണ് ഒന്നാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോഴുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ക്ലിയർ ആണോ? ഒരു എക്സാമ്പിളോടെ പറഞ്ഞുതരാം. ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു 50 രൂപയുണ്ട്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒരു 50 രൂപയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ മുന്നിൽ. ഒന്നുകിൽ ആ 50 രൂപ എടുത്തിട്ട് സിനിമ ടിക്കറ്റ് എടുത്തിട്ട് സിനിമ കാണാൻ പോകാം, ഇല്ല എന്നുണ്ടെങ്കിൽ ആ 50 രൂപ എടുത്തിട്ട് നിങ്ങൾക്കൊരു പുസ്തകം വാങ്ങാം. ഈ 2 ഓപ്ഷൻ നിങ്ങൾ നിൽക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്തായിരിക്കും സെലക്ട് ചെയ്യുന്നത്? നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ 50 രൂപ എടുത്ത് നിങ്ങൾ സിനിമ കാണുന്നു. ഓക്കെ, സിനിമ കണ്ട് അതിനകത്തൊരു സംതൃപ്തി ഉണ്ട്. ഓക്കെ, അപ്പം ആ സിനിമ കണ്ടതിൻ്റെ അല്ലെങ്കിൽ ആ സിനിമ എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ടി വരും നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള പുസ്തകം വാങ്ങിച്ച് വായിക്കുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയത്. അങ്ങനെ നഷ്ടപ്പെടുത്തിയ പുസ്തക വായനയുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ സിനിമ കാണാൻ വേണ്ടി സെലക്ട് ചെയ്ത ഒന്നാമത്തെ ഓപ്ഷൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇപ്പോൾ കിട്ടിയ പോയിന്റ് ഇപ്പം മനസ്സിലായല്ലോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്ന്. ഒരു പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് ടൈമോട്ട് ബന്ധപ്പെട്ടൊരു ഓപ്ഷനാണ്. അതായത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവൻ്റെ മുമ്പിൽ 2 മണിക്കൂറുണ്ട്. ഓക്കെ, ആ 2 മണിക്കൂർ ഏതൊക്കെ തരത്തിൽ വിനിയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ആ 2 മണിക്കൂറിൽ പഠിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കളിക്കാൻ പോകാം. ഇങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടി എന്ത് സെലക്ട് ചെയ്യുന്നു? ആ 2 മണിക്കൂർ പിള്ളേരോടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ കളിക്കാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒന്നാമത്തെ ഓപ്ഷനായ കളിക്കാൻ പോയി എന്ന ഡിസിഷൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് അവൻ നഷ്ടപ്പെടുത്തിയ 2 മണിക്കൂറത്തെ പഠന സമയമാണ്. ഇപ്പോൾ മനസ്സിലായാലും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്, അതായത് 2 ഓപ്ഷൻ തന്നിട്ട് അതിൽ ഓരോ ഓപ്ഷൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യാത്ത രണ്ടാമത്തെ ഓപ്ഷനിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ആണ്, നഷ്ടപ്പെടുത്തുന്ന വാല്യൂ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ജീവിതത്തിലാണെങ്കിലും ശരി ബിസിനസ്സിലാണെങ്കിലും ശരി നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എടുക്കുമ്പോൾ അത് ഏറ്റവും കുറവായിരിക്കണം. കാരണം ഉദാഹരണം ചോദിച്ച് ഞാൻ പറയാം. ഇവിടെ ഒന്നാമത്തെ സിനിമ കാണുമ്പോൾ കിട്ടിയ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞത് നമ്മൾ പുസ്തക വായനയിൽ നമ്മൾ നഷ്ടപ്പെടുത്തിയതാണ്, വാല്യൂ ആണ്. അപ്പോൾ പുസ്തക വായനയിൽ നമുക്ക് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാകാൻ പാടില്ല, എന്നെങ്കിൽ മാത്രമേ നമ്മളുടെ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ശരിയായി എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കണം? കുറഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഓപ്ഷൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറവായിരിക്കണം. ക്ലിയർ ആകുന്നുണ്ടോ? ഓപ്ഷൻ്റെ വാല്യൂ അല്ല, ഓപ്ഷൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. രണ്ടാമത്തെ നോക്കി ആ സമയം 2 മണിക്കൂർ സമയം കളിക്കാൻ എടുത്തു. ഓക്കെ, കളിക്കാൻ വേണ്ടി എടുത്തു. അപ്പോൾ കളിക്കാൻ വേണ്ടി എടുത്തതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറവായിരിക്കണം. കാരണം എന്തെങ്കിൽ മാത്രമേ ആ പഠിക്കാനുള്ള ആ ഒരു വാല്യൂ ഉണ്ടല്ലോ അത് കുറവായിട്ട് നിൽക്കണം. മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴും ഓപ്പർച്യൂണിറ്റി നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എപ്പോഴും കുറവായിട്ട് നിന്നെങ്കിൽ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്ത ആ ഓപ്ഷന് വാല്യൂ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന പോലെ. ഇനി നമ്മൾ തിയറിയിലേക്കൊന്ന് വന്നേ. ഇവിടെ എന്താ പറയുന്നത്? ആപേക്ഷികമായി കുറഞ്ഞ അവസര ചെലവിൽ ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ച് കോട്ടൺ നിർമ്മിക്കുന്നു. ഓക്കെ, 2 ഓപ്ഷൻ ഉണ്ട്. കോട്ടൺ നിർമ്മിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു, തീരുമാനിക്കുന്നു. അപ്പോൾ നമ്മൾ കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്താൽ കിട്ടുന്ന പ്രോഫിറ്റാണ്. അത് നമ്മൾ നഷ്ടപ്പെടുത്തി അല്ലേ. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് കുറവായെങ്കിൽ മാത്രമല്ലേ നമ്മൾ കോട്ടൻ്റെ പ്രോഫിറ്റ് കൂടുതലാണെന്ന് പറയാൻ പറ്റൂ അല്ലേ. നമ്മൾ നഷ്ടപ്പെടുത്തിയ ഓയിലിന് പ്രോഫിറ്റ് കുറവാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ കോട്ടൺ ബിസിനസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ആ നഷ്ടപ്പെട്ട പ്രോഫിറ്റ് കുറവായിരിക്കണം, അതായത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറവായിരിക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? എന്നെങ്കിൽ മാത്രമേ. അപ്പോൾ അങ്ങനെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറവായ കോട്ടൺ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ട്രേഡ് ചെയ്യുന്നു, നമ്മൾ അതിൽ നിന്ന് ലാഭം കണ്ടെത്തുന്നു. ഇതാണ് സിദ്ധാന്തം. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ഒക്കെ വെച്ചിട്ട് നമുക്കിത് കുറച്ചുകൂടെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. 2 രാജ്യങ്ങളുണ്ട്, ഇന്ത്യ ശ്രീലങ്ക. ഇന്ത്യയുണ്ട്, ശ്രീലങ്കയുണ്ട്. ഈ 2 രാജ്യങ്ങളും 2 പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്.
ഇന്ത്യ തേയില ഉൽപ്പാദിപ്പിക്കുന്നു, ഇന്ത്യ അരി ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ ശ്രീലങ്കയും തേയില ഉൽപ്പാദിപ്പിക്കുന്നു, അരി ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, ഇതിനകത്തൊരു ഉൽപ്പാദന സമയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതൊരു ഹൈപ്പോത്തറ്റിക്കലാണ്. അപ്പോൾ നമ്മൾ ഒരു ഒരു എക്സാമ്പിൾ പോലെ പറയുന്നതേ ഉള്ളൂ, അത് കറക്റ്റ് അല്ല. ഓക്കെ, അതായത് ഇന്ത്യ 1 കിലോ തേയില നിർമ്മിക്കാൻ ഇന്ത്യക്ക് 4 മണിക്കൂർ വേണം. അതേസമയം 1 കിലോ അരി നിർമ്മിക്കാൻ 2 മണിക്കൂർ മതി. ഓക്കെ, ഇന്ത്യക്ക് 1 കിലോ തേയില നിർമ്മിക്കാൻ 4 മണിക്കൂർ വേണം, 1 കിലോ അരി നിർമ്മിക്കാൻ 2 മണിക്കൂർ മതി. ശ്രീലങ്കയെ സംബന്ധിച്ച് 1 കിലോ തേയില ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 3 മണിക്കൂർ വേണം, 1 കിലോ അരി നിർമ്മിക്കാൻ 1 മണിക്കൂർ മതി. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ. അപ്പം ഇത് നമ്മൾ പ്രാക്ടിക്കലി ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യയുണ്ട്, ശ്രീലങ്കയുണ്ട്, അവർക്ക് ഇത്ര സമയം വേണം പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ. അപ്പോൾ നമുക്കൊരിക്കലും കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് സിദ്ധാന്തത്തിനകത്ത് നമ്മൾ ഒരിക്കലും താരതമ്യം നേട്ട സിദ്ധാന്തത്തിനകത്ത് ഒരിക്കലും നമ്മൾ കോസ്റ്റിനെ കുറിച്ചല്ല പറയുന്നത്. ഇപ്പോൾ ടൈം എടുത്തേക്കണം, ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി നമുക്ക് ആ തന്നിരിക്കുന്ന ഡേറ്റ ടേബിളിലേക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ രാജ്യങ്ങൾ ഇന്ത്യയുണ്ട്, ശ്രീലങ്കയുണ്ട്. ഓക്കെ, ഇന്ത്യക്ക് 1 കിലോ തേയില നിർമ്മിക്കാൻ 4 മണിക്കൂർ, 1 കിലോ അരി നിർമ്മിക്കാൻ 2 മണിക്കൂർ. ശ്രീലങ്കയ്ക്ക് 1 കിലോ തേയില നിർമ്മിക്കാൻ 3 മണിക്കൂർ, ശ്രീലങ്കയ്ക്ക് 1 കിലോ അരി നിർമ്മിക്കാൻ 1 മണിക്കൂർ. ക്ലിയർ ആണ്. ഇനി നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞല്ലോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഏറ്റവും കുറവായ പ്രോഡക്റ്റ് ഏതാണോ അത് ട്രേഡ് ചെയ്യാന്നാണല്ലോ നമുക്ക് സിദ്ധാന്തം പറയുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടുപിടിക്കാം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് എയുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് 2 പ്രോഡക്റ്റ് ഉണ്ട്, എയും ബിയും. ഓക്കെ, അപ്പോൾ അതിനകത്ത് എയുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും ചോദിച്ചു കഴിഞ്ഞാൽ എ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സമയം ഡിവൈഡ് ബൈ ബി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സമയം. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ബി എങ്ങനെ കണ്ടുപിടിക്കും? ബി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സമയം ബൈ എ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സമയം. ഇതാണ് ഇക്വേഷൻ. ക്ലിയർ ആവുന്നുണ്ടോ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് എ ഈക്വൽ ടു ടൈം റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എ ഡിവൈഡ് ബൈ ടൈം ടു പ്രൊഡ്യൂസ് ബി. ഇതാണ് ഇക്വേഷൻ. ഇനി നമുക്ക് നോക്കിക്കേ, 1 കിലോ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഡേറ്റ എടുക്കാം. ഇന്ത്യക്ക് 1 കിലോ അരി നിർമ്മിക്കുമ്പോഴുള്ള അല്ലെങ്കിൽ 1 കിലോ അരിയുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എത്ര നോക്കിയേ? അതായത് 1 കിലോ തേയിലയുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നോക്കിക്കേ, 4/2. അതായത് തേയില നിർമ്മിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഡിവൈഡ് ബൈ അരി നിർമ്മിക്കാനുള്ളത്. അപ്പോൾ എന്താ കിട്ടി? 2 kg റൈസ് അല്ലേ? അപ്പോൾ നമുക്ക് 1 കിലോ തേയില നിർമ്മിക്കുന്ന സമയത്ത് 1 കിലോ തേയില നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന എന്താണ്? 2 കിലോ അരിയിൽ നിർമ്മിച്ചാൽ കിട്ടുന്ന ലാഭമാണ് നമ്മൾ കളഞ്ഞത്. ക്ലിയർ ആണ്? ഇവിടെ നോക്കിയേ, ഇനി ഇന്ത്യക്ക് 1 കിലോ അരി നിർമ്മിക്കുന്ന അല്ലെങ്കിൽ 1 കിലോ അരിയുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എത്രയാണ്? അപ്പം അരി നിർമ്മിക്കാനെടുക്കുന്ന സമയം ഡിവൈഡ് ബൈ പിന്നെന്താണ്? തേയില നിർമ്മിക്കാനെടുക്കുന്ന സമയം. അപ്പോൾ 0.5 കിട്ടി. അപ്പോൾ 2.5. ഓക്കെ, 2 വാല്യൂസ് കിട്ടി. ഇന്ത്യക്ക് 2 ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്, 2.5. അതുപോലെ തന്നെ ശ്രീലങ്കയുടെ നോക്കിക്കേ, ശ്രീലങ്കയ്ക്ക് 1 കിലോ തേയില നിർമ്മിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ്? തേയില നിർമ്മിക്കാനുള്ള സമയം ഡിവൈഡ് ബൈ അരി നിർമ്മിക്കാനുള്ള സമയം. തേയില നിർമ്മിക്കാനുള്ള സമയം 3 അല്ലേ, അരി നിർമ്മിക്കാനുള്ള സമയം 1 അല്ലേ? അപ്പോൾ 3/1 ഈക്വൽ ടു 3. ഇനി ശ്രീലങ്കയ്ക്ക് 1 കിലോ അരി നിർമ്മിക്കുമ്പോഴുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താ കണ്ടുപിടിക്കുന്നത്? 1 കിലോ അരി നിർമ്മിക്കാനുള്ള ടൈം ഡിവൈഡ് ബൈ 1 കിലോ തേയില നിർമ്മിക്കാനുള്ള സമയം, ദാറ്റ് ഈസ് 1/3 ഈക്വൽ ടു 0.33. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇനി നമുക്ക് ഈ ഡേറ്റ ഒന്നുകൂടെ നമുക്ക് മാറ്റി എഴുതാം. നോക്കിയേ, തേയിലയുടെ കാര്യം നോക്കുമ്പോൾ ഇന്ത്യയുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് 2ഉം ശ്രീലങ്കയുടേത് 3ഉമാണ്. ഇനി റൈസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് 0.5ഉം ശ്രീലങ്കയിൽ അരിയുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് 0.3ഉമാണ്. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഈ തേയില ഏറ്റവും ചെറിയ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നോക്കിയാട്ടെ, തേയില ഏറ്റവും കുറഞ്ഞ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ഇന്ത്യയല്ലേ? അപ്പം നമ്മൾ പറഞ്ഞല്ലോ ഏറ്റവും കുറഞ്ഞ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം നമുക്ക് ട്രേഡ് ചെയ്യാം. ഇവിടെ തേയിലയുടെ കാര്യത്തിൽ ഏറ്റവും കുറഞ്ഞ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരാ? ഇന്ത്യയല്ലേ? അപ്പോൾ ഇന്ത്യക്ക് അവിടെ കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്. തേയില ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്. ക്ലിയർ ആണേ? ഇനി നമുക്ക് അരിയുടെ കാര്യം നോക്കാം. ഇവിടെ അരി ഏറ്റവും കുറഞ്ഞ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആരാ നിർമ്മിക്കുന്നത്? ശ്രീലങ്കയാണ്. അപ്പോൾ ശ്രീലങ്ക ഹാസ് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ റൈസ്. ഓക്കെ, ഇന്ത്യക്ക് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് ടീയിലും ശ്രീലങ്കയ്ക്ക് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് റൈസിലുമാണ്. ഓക്കെ, ഈ പ്രോബ്ലം
എങ്ങനെ എക്സാമിന് ചോദിക്കുമെന്ന് എനിക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അത് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജിനകത്ത് അല്ലെങ്കിൽ കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് തിയറിക്കകത്ത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രോബ്ലം ഉപയോഗിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഒരു പ്രോബ്ലം ഇതുപോലത്തെ കണ്ടെത്തിയിട്ട് ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മറന്നു പോകത്തില്ല. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളൊന്ന് നോക്കാം ഈ ഒരു സിദ്ധാന്തമായിട്ട് ബന്ധപ്പെട്ട്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് സിദ്ധാന്തം അവതരിപ്പിച്ചതാരാണ്? നമ്മൾ പറഞ്ഞല്ലോ ആരാണ്? ഡേവിഡ് റിക്കാർഡോ ആണ് ഈ സിദ്ധാന്തം അവതരിപ്പിക്കുന്നത്. എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1817 ഡേവിഡ് റിക്കാർഡോ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാണ് പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ എക്കണോമി ആൻഡ് ടാക്സേഷൻ. പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ എക്കണോമി ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്ന ബുക്കിനകത്ത് ഈ കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി അവതരിപ്പിച്ചിരിക്കുന്നു. ക്ലിയർ? അങ്ങനെ ഉണ്ടെങ്കിൽ തിയറി ഓഫ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ആരാണ് കൊണ്ടുവന്നത്? അത് ആദം സ്മിത്ത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സിദ്ധാന്തവും നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞതുമാണ്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയുടെ പ്രധാനമായ ഒരു അവകാശവാദം എന്താണ്? എന്താണ് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയുടെ അവകാശവാദം? അവരെന്താണ് മുന്നോട്ട് വെക്കുന്നത്? ഓപ്ഷൻ എ: രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം ഇരുവരെയും ലാഭകരമാക്കും. പരിമിതമായ രാജ്യങ്ങൾക്കാണ് മാത്രം ഉപയോഗിക്കാനാവുന്നതാണ്. അടുത്ത: ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്ക് വ്യാപാരത്തിൽ ഒരിക്കലും ഗുണമില്ല. ഓപ്ഷൻ ഡി: ട്രേഡ് മാത്രം ഡെവലപ്ഡ് രാജ്യങ്ങൾക്കാണ് പ്രയോജനകരം. എന്താണിത് പറയുന്നത്? രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം ഇരുവരെയും ലാഭകരമാക്കും, അല്ലേ? അതല്ല തിയറി പറയുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഏറ്റവും കുറവുള്ള പ്രൊഡക്റ്റ് സ്പെഷ്യലൈസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾക്കും ബെനിഫിറ്റാണ്. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടല്ലോ, ഇന്ത്യ ശ്രീലങ്ക നമ്മൾ എക്സാമ്പിൾ എടുത്തല്ലോ. അവിടെ തേയില ഇന്ത്യ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ലാഭമുണ്ട്. അതുപോലെ തന്നെ അരി ശ്രീലങ്ക ട്രേഡ് ചെയ്താൽ ശ്രീലങ്കയ്ക്ക് ലാഭമുണ്ട്. അപ്പോൾ ഇരു കൂട്ടർക്കും ലാഭം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ നോക്കാം. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് സിദ്ധാന്തവും കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് സിദ്ധാന്തവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോവർ ഇൻപുട്ട് കോസ്റ്റ്, കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് പറയുന്നത് ലോവർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓക്കെ, ഓപ്ഷൻ എ. മനസ്സിലുണ്ടല്ലോ എന്താണ് ആൻസർ എന്ന്? നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കാണും. ഓപ്ഷൻ ബി: അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന കറൻസി എക്സ്ചേഞ്ച് റേറ്റ്, കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഫാക്ടർ പ്രൈസ് ഡിഫറൻസ്. ഓപ്ഷൻ സി: അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ നിയന്ത്രണം, കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മോണിറ്ററി പോളിസി. ഓക്കെ, ഓപ്ഷൻ ഡി: രണ്ടും ഒരുപോലെയാണ്. ഓക്കെ, നമ്മൾ ഇത്രയും പറഞ്ഞപ്പോൾ, ഈ കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് തിയറി പറഞ്ഞപ്പോൾ നമ്മൾ ഒരിക്കൽ പോലും കറൻസി എക്സ്ചേഞ്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല, ഇൻഫ്ലേഷനെ കുറിച്ചും പറഞ്ഞിട്ടില്ല. സോ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും തെറ്റാണ്. ഓക്കെ, രണ്ടും ഒരുപോലെയല്ല, രണ്ടിനും വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം? അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോഡക്റ്റ് ഏറ്റവും ചെറിയ ഇൻപുട്ട് കോസ്റ്റിൽ നിർമ്മിച്ചിട്ട് അത് ട്രേഡ് ചെയ്താൽ ട്രേഡ് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ബെനിഫിറ്റാണ്. ഇതാണ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത്. പക്ഷേ എന്താണ് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത്? ലോവർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഏത് പ്രൊഡക്റ്റ് ആണോ ഏറ്റവും കുറഞ്ഞ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ നിർമ്മിക്കാൻ പറ്റുന്നത് അത് ട്രേഡ് ചെയ്താൽ ലാഭം ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഓപ്ഷൻ ഡേ ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചോളൂ, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ച് പറയുന്നു? ഏറ്റവും കുറഞ്ഞ ഇൻപുട്ട് ഉപയോഗിച്ച് ഉൽപ്പന്നം നിർമ്മിക്കാൻ പറ്റും. അതേസമയം കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് എന്താ പറയുന്നത്? ഒരാൾ അല്ലെങ്കിൽ ഒരു രാജ്യം കുറഞ്ഞ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് സ്പെഷ്യലൈസ് ചെയ്യുക. ക്ലിയർ ആവുന്നുണ്ടോ പോയിന്റ്? നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. രാജ്യങ്ങൾ അവയുടെ താരതമ്യ നേട്ടം പ്രകാരം ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് ഒരുമിച്ച് വിനിമയം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഓക്കെ, എന്താണ് താരതമ്യ നേട്ടം പ്രകാരം ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിനിമയം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? രണ്ട് രാജ്യങ്ങളും എന്ത് ചെയ്യുന്നു? കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലേ? ആഗോള ഉൽപ്പാദനം വർദ്ധിക്കും എന്ന് കാണാം, അല്ലേ? ആഗോള ഉൽപ്പാദനം വർദ്ധിക്കും. ഉൽപ്പാദനം കുറയും, തെറ്റാണ്. സ്പെഷ്യലൈസേഷൻ കുറയും, തെറ്റാണ്. ആഭ്യന്തര വില ഉയരും, തെറ്റാണ്, അല്ലേ? എന്താ സംഭവിക്കുന്നത്? ഈ രാജ്യങ്ങൾ പരസ്പരം വിനിമയം ചെയ്ത് ട്രേഡ് നടത്തുമ്പോൾ രണ്ട് കൂട്ടർക്ക് ലാഭം ഉണ്ടാവും, കൂടാതെ ആഗോള ഉൽപ്പാദനം വർദ്ധിക്കുകയും ചെയ്യും.
ക്ലിയർ? അപ്പം ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, നമ്മൾ എന്താ പഠിച്ചത് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയേ. നമ്മൾ പഠിച്ച സിദ്ധാന്തത്തിൻ്റെ പേരാണ് കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി, അതായത് താരതമ്യ ചെലവ് നേട്ട സിദ്ധാന്തം എന്ന് പറയുന്നു. ഡേവിഡ് റിക്കാർഡാണ് കൊണ്ടുവന്നത്. അതായത് ലോവർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ച് സ്പെഷ്യലൈസ് ചെയ്ത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യുന്നവർക്ക് ലാഭമുണ്ടാകുമെന്നാണ് തിയറി പറയുന്നത്. ക്ലിയർ? എന്നിട്ട് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പറയാൻ നമ്മൾ 2-3 എക്സാമ്പിളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അത് വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ തിയറി ഒരു പ്രോബ്ലം സഹിതം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കലി ഇതിൻ്റെ ബെനിഫിറ്റ് എങ്ങനെ വരുമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം ഞാൻ എക്സ്ട്രാ പറയാം, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്ന ഭാഗം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് എക്സാമ്പിളിലൂടെ വളരെ ചെറുതായിട്ട് സിമ്പിളായിട്ട് എങ്ങനെ പഠിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ ഭാഗം ഒന്ന് നന്നായിട്ട് റീവൈൻഡ് ചെയ്തൊന്ന് കേൾക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളോട് പറയണം, കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. പിന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, നന്നായിരിക്കും. പിന്നെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായി വരട്ടെ കാര്യങ്ങളൊക്കെ. താങ്ക് യു.